ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാൾ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഇന്ന് അവിടെ കറങ്ങിയിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, പത്തനംതിട്ടയിലുള്ള. അപ്പോൾ ഈവനിങ് ആണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. 6:15 ട്രെയിന്. നമ്മൾ 6 മണിയായപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ തിരുവനന്തപുരം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഈവനിങ്ങിന് ട്രെയിൻ കയറിയിട്ട് പത്തനംതിട്ടയ്ക്ക് പോകാമെന്നാണ് കേട്ടോ കരുതുന്നത്. അപ്പോൾ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ക്ലോക്ക് റൂമിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല, മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ തന്നെ നമുക്കുള്ള ട്രെയിൻ എത്തിയിട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കയറിയിട്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ തിരുവനന്തപുരത്തേക്ക്. പക്ഷെ അങ്ങോട്ട് അടുത്തേക്ക് പോകല്ല. അങ്ങനെ തന്നെ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ലഗേജൊക്കെ കൊടുത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. താഴത്തേക്ക് വെക്കടാ, അതിക്ക് വെക്ക്, പ്ലേറ്റിക്ക് വെക്ക്. IMEI നമ്പർ ഉണ്ടാകുമോ? അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ പത്മനാഭ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്.
എവിടെ? അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്തത് ഭീമാപ്പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ ജുമക്ക് കൂടാന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയം നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. എന്ത് വെള്ളല്ലേ പനിയാ? Hecho. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ലുലു മാൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞിട്ട് പോകാനെന്നാ ജെൻസിൻ്റെ അടുത്ത് കാട്ടി കൊടുത്തടെ. മാർക്കിലിച്ചൊരു വീട് എടുക്കും. എനിച്ചൊറിഞ്ഞ
നല്ല ട്രാക്കാണ് ആ മാപ്പ്. അങ്ങനെ ഇതാ കുറച്ച് സമയമൊക്കെ ലുലു മാളിൽ കറങ്ങിയതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവാണ് കേട്ടോ. നമുക്ക് ട്രെയിന് 5:45 അപ്പോൾ ഇപ്പോൾ 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇറങ്ങി നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ട്രെയിനിൻ്റെ സമയമൊക്കെ ആകും. അപ്പോൾ ഇത് ഇവിടുന്ന് ഊബർ വിളിച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. കംപ്ലീറ്റ് ഇവിടെ യാത്ര മൊത്തത്തിൽ നമ്മൾ ഊബർ വിളിച്ചിട്ടാണ്. ടാക്സി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് കൂടുതലായി പോകും കേട്ടോ. അപ്പോൾ ഊബറിൽ യാത്ര ചെയ്യുന്നതാണ്. ഞങ്ങൾ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ട്രെയിൻ കയറി നമ്മൾ നേരെ പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അവരവിടെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ബാക്കി പത്തനംതിട്ടയിലെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.